മൂന്നാമത്തെ സീറ്റ് ആവശ്യം തടഞ്ഞാൽ പരസ്യ പ്രതിഷേധത്തിന് ലീഗ് ഒരുങ്ങും എന്ന രീതിയിലുള്ള അറിയിപ്പ് വരുന്നു. UDF യോഗം അവർ ബഹിഷ്കരിച്ചേക്കും. സീറ്റില്ലാതെ ഒത്തുതീർപ്പില്ലെന്നാണ് ലീഗ് നേതാക്കളുടെ നിലപാട്. രാജ്യസഭാ സീറ്റും നൽകില്ല എന്ന കോൺഗ്രസ് നിലപാടിൽ മുസ്ലിം ലീഗിനുള്ളിൽ കടുത്ത അതൃപ്തി പടരുന്നുവെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മൂന്നാം സീറ്റ് ലഭിക്കുമെന്ന് PMA സലാം 24-നോട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25-ാം തീയതി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലെങ്കിൽ പിന്നെ ജനങ്ങളുടെ ഇടയിലും വോട്ടർമാരുടെ ഇടയിലും പാർട്ടി അണികളുടെ ഇടയിലൊക്കെ അഭിപ്രായത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇല്ലാതാക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. 25-ാം തീയതി കൂടി ഇതിന് പരിഹാരമാവും. അങ്ങനെ മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഔദ്യോഗികമായി കോൺഗ്രസ് അറിയിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് പിന്നീട് എങ്ങനെ? അല്ല, ഇതിൽ UDF ആണല്ലോ. UDFിൽ ഏതെങ്കിലും ഒരു പാർട്ടി കൊടുക്കലും വേറെ ഏതെങ്കിലും പാർട്ടി സീറ്റിന് വേണ്ടി അയച്ചു നിൽക്കലും ഇല്ല. ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കലാണ്. ആ തീരുമാനം വരുന്നവരെ പിന്നെ ഒരു പരിധി ഉണ്ടാവുമല്ലോ, അതുവരെ കാത്തു നിൽക്കണം മുസ്ലിം ലീഗ്. സ്വാഭാവികമല്ലേ? തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇല്ല എന്നുള്ള ചിന്തയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. സ്വാഭാവികമായും അണികൾക്ക് പ്രതിഷേധം ഉണ്ടെന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ അണികൾക്കൂടെ പ്രതിഷേധം കൂടി കണക്കിലെടുത്തൊരു കടുത്ത തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗിന് പോകേണ്ടി വരും. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ ഒരു തീരുമാനമായാൽ പോരെ. പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന്റെ നിലപാടിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സമീർ ബിൻ ഖരീം മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരും. അതേപോലെ കോൺഗ്രസിന്റെ നിലപാടെന്തെന്നറിയാൻ തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തറും ചേരും. ആദ്യം സമീർ ബിൻ ഖരീമിലേക്ക്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ലീഗിൻ്റെ നിലപാട് കടുത്ത നിലപാടാണോ, അല്ലെങ്കിൽ അവർ ബഹിഷ്കരിക്കുമെന്ന രീതിയിലുള്ള ഭീഷണികൾ വന്നിട്ടുണ്ടല്ലോ? SKN ഈ വരുന്ന 25-ാം തീയതി അന്തിമ ചർച്ച കോൺഗ്രസുമായിട്ടുണ്ട്. അന്ന് ഇതൊരു തീരുമാനമാകണം എന്നുള്ളതാണ് PMA സലാം ഔദ്യോഗികമായി പറയുന്നത്. നമ്മൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുമോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ കടക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ കടക്കേണ്ടി വരില്ല എന്നുള്ള തരത്തിലെ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു സാധ്യത അദ്ദേഹം തള്ളുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യക്തിപരമായൊക്കെ ലീഗ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗ് കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ മൂന്നാമതൊരു സീറ്റിന്റെ കാര്യത്തിൽ നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗിന് അതോടൊപ്പം തന്നെ അണികൾക്കും കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. വരാനിരിക്കുന്ന UDF യോഗം അടക്കം ബഹിഷ്കരിക്കാനുള്ള ആലോചനയിൽ മുസ്ലിം ലീഗ് അത്തരമൊരു ആലോചന വരെ മുസ്ലിം ലീഗിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അണികൾക്കിടെ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായി മൂന്നാം സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നു, ഇത്രയും വർഷങ്ങളായി. എന്നാൽ ഇത്തവണയെങ്കിലും സീറ്റ് ലഭിക്കണം എന്നുള്ളതാണ് ലീഗിന്റെ മുഴുവനായിട്ടുള്ള ഒരു ആഗ്രഹം. എന്നാൽ ഇത്തവണ ലഭിക്കില്ല എന്നുള്ള ഒരു സൂചനകൾ പുറത്തു വന്ന ഘട്ടത്തിലായിരുന്നു മുസ്ലിം ലീഗ് പാണക്കാട് ഒരു അടിയന്തര യോഗം ചേരുകയും ശക്തമായി തന്നെ ആവശ്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും 25-ന് മുസ്ലിം ലീഗ് ഒരു പക്ഷേ മൂന്നാമതൊരു സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ മുസ്ലിം ലീഗ് കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ മൂന്നാമതൊരു സീറ്റ് നൽകാതെ രാജ്യസഭാ സീറ്റ് നൽകി ഒരു സമവായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നിലവിൽ ആലോചിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ മൂന്നാമതൊരു സീറ്റ് ലഭിക്കില്ലെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ആഗ്രഹവും മുസ്ലിം ലീഗിന്റെ ആവശ്യവും. ഈ കാര്യം കൂടി കോൺഗ്രസ് പരിഗണിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു സീറ്റ് ലഭിച്ചില്ല എങ്കിൽ മുസ്ലിം ലീഗ് അടുത്ത തീരുമാനത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ UDF യോഗം ബഹിഷ്കരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതിഷേധത്തിലേക്കും മുസ്ലിം ലീഗ് നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം. ഇനി എന്തായിരിക്കും കോൺഗ്രസ് ഈ കാര്യത്തിൽ നിലപാടെടുക്കുന്ന? PMA സലാം പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ സീറ്റ് നൽകുകയല്ല, ചർച്ച ചെയ്ത് ഓരോ തരത്തിലുള്ള സീറ്റ് തീരുമാനിക്കുകയാണ് വേണ്ടതെന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സൂചന പറയാതെ പറയുന്ന ഒരു കാര്യം. കോൺഗ്രസിൻ്റെ ഔദാര്യമല്ല ഈ സീറ്റ് എന്ന് തന്നെയാണ് ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. നമുക്കറിയാവുന്ന പോലെ തന്നെ 2019-ൽ 20-ൽ 19 സീറ്റും UDFിന് നേടി വലിയ വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF കാഴ്ചവെച്ചത്. അതിനുശേഷം ഇക്കുറി UDF ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ UDFിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, സീറ്റ് വിഭജനമടക്കം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും, മാത്രവുമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അടിയന്തരമായി കടക്കും
എന്നടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾ പ്രതികരണമായി പറഞ്ഞു. എന്നാൽ ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിൽ ഉടക്കി നിൽക്കുകയാണ് UDF-ലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കോൺഗ്രസിൽ അത് കാര്യമായ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ പ്രചരണ രംഗത്ത് സജീവമാകുമെന്നുള്ള നേതാക്കളുടെ ആദ്യ പ്രഖ്യാപനം, അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇപ്പോൾ UDF-ൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF-ലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണ്ണയവും അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് UDF-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. കണ്ണൂർ ഒഴികെ മറ്റെല്ലായിടത്തും നിലവിലെ MP-മാർ തന്നെ മത്സരരംഗത്ത് ഇറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാത്തതിനാൽ പരസ്യമായി ഏതെങ്കിലും തരത്തിൽ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം പലയിടത്തുമുണ്ട്. സീറ്റ് വിഭജന ചർച്ച നീളുന്നതിൽ UDF-ലെ ഘടകകക്ഷികൾക്കും കാര്യമായ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. UDF ഏകോപന സമിതി യോഗം കഴിഞ്ഞ ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മതിയെന്ന അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്ന് കേരള കോൺഗ്രസ്, ജോസഫ്, അതേപോലെ തന്നെ RSP എന്നീ പാർട്ടികൾ മാറിയതും ഈ അതൃപ്തിയുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തുടർച്ചയായ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുന്നതിനുള്ള പ്രധാന കാരണങ്ങളൊന്ന് അത് ലീഗിന്റെ 5-ാം മന്ത്രി വിവാദമാണെന്ന മുറുമുറുപ്പ് ഇതിനോടകം കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 3-ാം സീറ്റ് ആവശ്യം അല്ലെങ്കിൽ ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം അത് മുന്നണിയെ ചില ഘട്ടങ്ങളിൽ ദുർബലപ്പെടുത്തുമെന്നുള്ള അഭിപ്രായം പങ്കുവയ്ക്കുന്ന നേതാക്കളടക്കമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം K. മുരളീധരന്റെ പ്രതികരണം കണ്ടതാണ്. അദ്ദേഹം അക്കാര്യത്തിൽ എടുത്തു പറഞ്ഞ കാര്യം ലീഗിന് അർഹതപ്പെട്ട തരത്തിലേക്കുള്ള ചില സമീപനങ്ങൾ അക്കാര്യത്തിൽ എടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കുന്നില്ല. ഈ പ്രശ്നം എങ്ങനെ രമ്യമായി പരിഹരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു പോംവഴിയുമില്ലാതെ തലവേദനയിലാണ് കോൺഗ്രസും അതേപോലെ തന്നെ UDF നേതൃത്വവും. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ.